എവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു നടിയെ ആക്രമിച്ച കേസിൽ നടന്നിരിക്കുന്നത്. അതായത് നടിയെ ആക്രമിച്ച സമയത്ത് യാദൃശ്ചികമായിട്ട് ഈ ഒരു നടിയെ ആക്രമിക്കുകയായിരുന്നെങ്കിൽ അവരെന്തിന് ഇതിന്റെ വീഡിയോ പകർത്തി? അങ്ങനെ ഈ ഒരു നടിയെ യാദൃശ്ചികമായി കയ്യിൽ കിട്ടിയിട്ട് ഈ ഇരയെ അവർ കീഴടക്കി തങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിൽ എന്തിന് ഇവരുടെ വീഡിയോ പകർത്തി? ഈ ഒരു വീഡിയോ പകർത്തിയത് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇതുവരെ എവിടെയും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ശരിയല്ലേ? ആരാണ് ഏകാധിപത്യമെന്ന് അഭിപ്രായം പറയാൻ അധികാരം കൊടുത്തത്? ഈ സംസാരിക്കുന്നവരൊന്നും പെൺമക്കളുടെ അച്ഛന്മാരല്ല. ഞാനും കൂടി ഉള്ളപ്പോൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഫെഫ്ക എന്നത്. അന്നത്തെ ഒരുപാട് കോലാഹലങ്ങൾക്ക് ശേഷം ഒരുപാട് ആണുങ്ങളോടൊപ്പം ഒരു പെണ്ണായി നിന്ന് സ്വീകരിച്ച ഒരു സംഘടനയാണ്. അവിടെ നിന്ന് സ്ത്രീകളോടൊപ്പം അതിജീവിതമാരോടൊപ്പം ഒരു സംഘടന നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങല്ലാതെ വേറെ വഴിയില്ല. ഇവരാരും ഒരു പെണ്ണിനോടൊപ്പം നിൽക്കില്ല, ഇവരാരും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല എന്ന് ഇന്നലെ ഈ രണ്ട് സംഘടനയില്ല 3 സംഘടനയും ഉറക്കെ അവര് വളരെ ഓപ്പൺ ആയിട്ട് വളരെ വേഗത്തിലാണ് അവർ തീരുമാനം എടുത്തതെന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് ഏകാധിപത്യമെന്ന് അഭിപ്രായം പറയാൻ അധികാരം കൊടുത്തത്? സത്യം, 8-9 പേര് കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തിട്ടും ആ ഒരു സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ പോക്കൊന്ന് നോക്കൂ. ആ ഒരു വ്യക്തി ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള ഈ ഒരു ക്രൂരകൃത്യത്തിന് ഇരയാകുമ്പോൾ ആ ഒരു സ്ത്രീ കടന്നുപോയിട്ടുള്ള മാനസിക സംഘർഷവും ശാരീരികമായിട്ടുള്ള വേദനകളും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്നും ഇവിടെയുള്ള നീതിപീഠത്തിനോ ന്യായങ്ങൾക്കോ നീതിക്കോ ഒന്നിനും ഇതൊരു കാര്യവുമില്ലാത്ത കാര്യമാണെന്നാണോ? അപ്പം ഈ ഒരു 8-9 പേരിൽ ഇത്രയും പേര് മാത്രമാണ് കുറ്റക്കാരെങ്കിൽ ഇവര് കുറ്റം ചെയ്ത ആൾക്കാരാണ്. ഇവര് ഒരിക്കലും ഈ ഒരു ഇരയോട് ഇവർക്ക് ഒരു പൂർവ്വവൈരാഗ്യവും ഇല്ല, അങ്ങനെ എവിടെയും കേട്ടില്ല. വൈരാഗ്യമുള്ള ആൾക്ക് ആണെങ്കിൽ അതിനെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. തെളിവുകളുടെ അഭാവത്തില് കോടതി വിട്ടയച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഇര, അതായത് അതിജീവിത അനുഭവിച്ച കാര്യങ്ങളൊക്കെ തെളിഞ്ഞു മാഞ്ഞു പോകുമോ? അത് അവരുടെ മനസ്സിൽ നിന്ന് പോകുമോ? അവർക്ക് പഴയ ആ ജീവിതം തിരിച്ചു കിട്ടുമോ? ഒരിക്കലും ഇല്ല. അവരുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു ഇരുട്ട് പിടിച്ച ദിവസം അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. അവർക്കത് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാനോ മായ്ച്ചു കളയാനോ കഴിയില്ല. അത് അവർ അനുഭവിച്ച കാര്യമാണ്. ആ ഒരു അതിജീവിതയോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ ഓർഡർ കൊടുത്ത വ്യക്തി ഇപ്പം ഒരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞിട്ട് കോടതി വിട്ടയച്ചിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ആ ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആ ഒരു സംഘർഷങ്ങൾ നേരിട്ട് കാണുമ്പോൾ ആർക്കായാലും ഒന്ന് മനസ്സലിഞ്ഞു പോകും. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പം ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെ ശരിയായ ഒരു തീരുമാനമാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കോ അതായത് സ്ത്രീ എന്നും അടിച്ചമർത്തപ്പെട്ടവൾ തന്നെയാണ്. കാരണം എത്രയൊക്കെ യാതനകളും വേദനകളും സ്ത്രീ അനുഭവിച്ചാലും അവൾക്ക് എവിടെയും ന്യായീകരണമോ നീതിയോ ലഭിക്കാറില്ല എന്നുള്ളതാണ്. അതായത് ആണിന്റെ ബലം പുരുഷന്റെ ബലം എന്നും മുൻപോട്ട് നിൽക്കുന്ന മേൽക്കോയ്മയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തെ കുറിച്ച് ലാല്, അതായത് സംവിധായകനും നടനുമായിട്ടുള്ള ലാല് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ കുട്ടി ഞാനൊന്നും പറയണ്ട നമ്മളുണ്ടാവുന്ന രീതിയിരിക്കുകയായിരുന്നു. ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. പക്ഷെ പിന്നീട് നമ്മൾ സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ വിധി വന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നു. അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് വിധിന്യായം വരണം. എന്താണെങ്കിലും വളരെ ന്യൂട്രൽ ആയിട്ട് ഒരു ഉത്തരം നൽകിയിട്ട് അവരവരുടെ തട്ടിതപ്പി പോയി. ഇത് തന്നെയാണ്
സഹപ്രവർത്തകരായതുകൊണ്ട് തന്നെ ആരെയും ഇവിടെ കുറ്റപ്പെടുത്താനോ ന്യായീകരിക്കാനോ പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല. അവരും കിടന്നുരുളുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ദിലീപിനെ അറിയുന്നവരാണെങ്കിലും ഭാവനയെ അറിയുന്നവരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരിക്കലും ഒരാളെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അത് അവരുടെ ഇൻഡസ്ട്രിയാണ്, അവരുടെ ജോലി സ്ഥലമാണ്, അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ അവർക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അറിയും, എല്ലാവർക്കും ഈ ഒരു സംഭവം അറിയാവുന്നതാണ്. ദിലീപ് തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. പക്ഷേ നല്ല കണ്ണിങ് ആയിട്ടുള്ള ദിലീപ് എന്ത് ചെയ്തു? ഒരു തെളിവുകളും പുറത്തു വിട്ടില്ല. ഒരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന തെളിവുകളൊക്കെ ഇവർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം ദിലീപ് പുറത്തിറങ്ങി, ഓക്കെ, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയെങ്കിൽ കൂടി അവിടെ ഒരാൾ വേണ്ടേ? അതായത് ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വേണ്ടേ? കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇയാള് പൾസർ സുനിയും കൂട്ടരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് ഈ ഒരു നടിയെ ആക്രമിക്കുകയാണെങ്കിൽ അവരെന്തിനതിന്റെ വീഡിയോ പകർത്തണം? ആ ഒരു വീഡിയോ പകർത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? യാദൃശ്ചികമായിട്ടാണ് ഇവരുടെ കയ്യിൽ ഈ ഒരു ഇര പെടുന്നതും അവര് ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതും എന്ന് വെച്ചാല് ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും പകർത്താനായിട്ട് ആരും തന്നെ മനസ്സുകൊണ്ടൊന്നും ഉദ്ദേശിക്കില്ല. അങ്ങനെയാണല്ലോ, ഒരു ഇരയെ മുമ്പിൽ കിട്ടുമ്പം എങ്ങനെയും കീഴ്പ്പെടുത്തണം എന്ന് മാത്രമേ ആരും ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ആ ഒരു ഇരയോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവര് വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുമുണ്ട്. അത് അവര് വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു എന്നുള്ളത്, കണ്ടു എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ആള് വരെ ഉണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്? എങ്ങനെയൊക്കെ നോക്കിയാലും എന്തൊക്കെ നോക്കിയാലും വിവാദങ്ങൾ ഒഴിയാതെ തന്നെയാണ് ദിലീപ് ഇപ്പോഴും ഉള്ളത്. കാരണം ഒഴിയാൻ പറ്റില്ല, വിവാദങ്ങൾക്ക് ഇവിടെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഈ ഒരു ദിലീപ് ചെയ്തത് ഇത് ഇപ്പോ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമേ ദിലീപിന് കിട്ടിയിട്ടുള്ളൂ എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട്. കാരണം ഒരു തരത്തിൽ നോക്കിയാലും ഈ ഒരു വിധി ന്യായീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയാൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കോടതിക്ക് വേണ്ടത് തെളിവാണ്. പക്ഷെ മനുഷ്യന്റെ മനസാക്ഷി എന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു മനസാക്ഷിക്ക് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചോദിച്ചു നോക്കൂ, ആരാണ് ഇവിടെ കുറ്റക്കാരൻ എന്ന്. എന്തായാലും ഈ ഒരു ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആ ഒരു വ്യക്തി സ്വന്തം ശരീരം സ്വന്തമായിട്ട് ആക്രമിക്കില്ലല്ലോ ഒരിക്കലും, അല്ലേ? എന്തായാലും ആക്രമിക്കാൻ വന്ന കുറച്ച് പേരുണ്ട്, അതിന് ഓർഡർ കൊടുത്തിട്ടുള്ള ഒരാളും ഉണ്ട്. ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് ദിലീപ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് എന്നുള്ള ചോദ്യം നമുക്കിവിടെ മുന്നിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതിന് ഇവര് യാതൊരു ഉത്തരവും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതൊരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ് ദിലീപിന്. ഇത് വെറും ഒരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ്. ദൈവം എന്ന് പറഞ്ഞ ഒരാള് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോടതിയില് ദിലീപ് ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്.